ഉണ്ടാക്കിയതാന്നേ പറയല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ഐഡിയയാണ് ബജ്ജി ഉണ്ടാക്കുക. വീട്ടിൽ പോയിരുന്നപ്പോൾ അമ്മ പറഞ്ഞു കായിരിക്കുക എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ബജ്ജി ഉണ്ടാക്കാം, പക്ഷെ ബജ്ജി മാവില്ലല്ലോ എന്ന്. ബജ്ജി മാവ് മേടിച്ചുകൊണ്ട് വരാം, നീ ഉണ്ടാക്കാനുള്ള ഏർപ്പാടിലൊക്കെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഉണ്ടാക്കാനുള്ള അടുപ്പിലായിരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വാഴയ്ക്കെടുക്കുക, കഴുകുക, അങ്ങോട്ടും ഇങ്ങോട്ടും 4 ചെത്തെത്തുക, പിന്നെ അത് ചെറുതായിട്ടോ നീളമുള്ളത് വേണമെങ്കിൽ നീളമായിട്ടോ അങ്ങ് മുറിക്കുക. അത്രേ ഉള്ളൂ പരിപാടി, സിമ്പിൾ. പക്ഷേ എന്നെപ്പോലെ പതുക്കെ ചെയ്താൽ അത് പതിയെ നടക്കത്തുള്ളൂ. അപ്പോൾ 2 മാത്രം നീളത്തിലും ബാക്കിയൊക്കെ ചെറുതായിട്ട് വരഞ്ഞു. കാരണം എന്നാലേ കുറേ കഴിക്കാൻ കിട്ടുള്ളൂ, നമുക്കതല്ലേ വേണ്ട, ഇരുന്നങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ടേസ്റ്റിയുടെ മാവായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണെന്നൊന്നും എനിക്കറിയില്ല, കയ്യിൽ കിട്ടി. നമ്മളുടെ പാത്രത്തിൽ തട്ടുന്നു, മിക്സ് ചെയ്യുന്നു, ഗ്ലുഗ്ലോ ഗ്ലുഗ്ലോ. എന്താ രസം. ഒരുപാട് വെള്ളം ഒഴിക്കാനും നിൽക്കണ്ട, എന്നാൽ ഒരുപാട് വെള്ളം കുറയ്ക്കാനും നിൽക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ അങ്ങ് എടുത്താൽ മതി. പിന്നെ നമ്മളുടെ പാചകം അങ്ങോട്ട് തുടങ്ങുക, അതാണല്ലോ മെയിൻ. ഗ്യാസ് കത്തിക്കുക, ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, അപ്പുറം ഇപ്പുറം വലപ്പുറം ഇടപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് മാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കി കൊടുക്കുക. എന്നിട്ട് അതങ്ങ് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. എണ്ണയിലിടുമ്പം സൂക്ഷിക്കണം. അങ്ങനെ ഇവിടെ നമ്മൾ കായ ബജി റെഡിയായി. പിന്നെ ജസ്റ്റ് ട്രൈ, അതായത് പപ്പട ബജി ഇഷ്ടമുണ്ടാവുന്നവർ ട്രൈ ചെയ്യാം. സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ്. എനിക്ക് ഭയങ്കര സാധനം ഞാൻ ഉണ്ടാക്കിയെന്നിട്ട് പറയല്ല, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റിൽ പറയണേ. അത്രേ ഉള്ളൂ. ടാറ്റാ.